हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 42-ാമത്തെ ശ്ലോകം നമ്മൾ ചൊല്ലി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു പ്രാവശ്യം കൂടെ ചൊല്ലാം. 43-ലേക്ക് കടക്കാം. ഇന്ദ്രിയാണി പരാണ്യാഹോരിന്ദ്രിയേഭ്യഃ പരം മനാ മനസ്സസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സ. ഏതാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണ്. പക്ഷേ മനസ്സ് വരുമ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠങ്ങളാണ്. ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു. ആത്മാവാകട്ടെ ഇതിലേറ്റവും ശ്രേഷ്ഠമാകുന്നു. ഇതിനെല്ലാറ്റിനും ഉപരിയായിട്ട് നിൽക്കുന്നു. ഇതാണ് പറഞ്ഞു കൊടുത്തത്. അപ്പം നമ്മൾ എവിടെയാണ് ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ, ആ ശത്രുക്കളെയൊക്കെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്. അവരെവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്, ഇനി എവിടെ നിലയുറപ്പിച്ചിട്ടാണ് നമ്മളിവരെ എവിടെയെങ്കിലും നിന്നിട്ട് വേണമല്ലോ ഒളിഞ്ഞു നിന്ന് അമ്പെയ്യുക എന്ന് പറയണ മാതിരി നമ്മളെവിടെ നിന്നിട്ടാണ് ഇവരെയൊക്കെ തോൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇവരെയൊക്കെ തോൽപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മലയാളം പദ്യം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ അനുഭവങ്ങളെ കൊണ്ടുവരുന്നു, അത് മനസ്സിന് കൊടുക്കുന്നു. മനസ്സെപ്പോഴും ഇന്ദ്രിയങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ മോചനം നേടണമെന്ന് വിചാരിക്കുമ്പോൾ ഒപ്പം തന്നെ മനസ്സിൽ നിന്നും മോചനം നേടണം. ചില സമയത്ത് ക്ലാസ് എടുക്കുമ്പോഴേ കുട്ടികൾ കണ്ണ് തുറച്ചിങ്ങനെ ടീച്ചറുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും. വളരെ ശ്രദ്ധിക്കുക എന്ന് തോന്നും. പക്ഷേ അവരുടെ മനസ്സ് ചിലപ്പോൾ വേറെ എന്തൊക്കെയൊക്കെയോ ആയിരിക്കും. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കുട്ടികളെ പറ്റി ചിന്തിച്ചിരിക്കുകയായിരിക്കും. എന്താണെന്ന് നമുക്കറിയില്ലോ. പക്ഷേ മനസ്സ് ക്ലാസ്സിൽ ഉണ്ടാവില്ല. കാരണം ഇടയ്ക്കുന്ന് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കൂ, അവർക്കൊന്നും പറയാൻ കിട്ടില്ല. പക്ഷേ അവർ ടീച്ചറുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അവരെന്തൊക്കെയോ ടീച്ചർ പറയുന്നത് എല്ലാം കുത്തിക്കുറിക്കുന്നുണ്ട്, എല്ലാം നോട്ടും എഴുതുന്നുണ്ട്. ആർക്കോ വേണ്ടി ചെയ്യാണ്. മനസ്സവിടെയല്ല, മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അത് ഇന്ദ്രിയങ്ങളുടെ കൂടെ പോയിട്ടുണ്ടാവും, ചിന്തകളുടെ കൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഇരിക്കുക. നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മളുടെ ബുദ്ധി പ്രകാശിക്കൂ. ആ ബുദ്ധിയിൽ നിന്ന് കിട്ടുന്ന പ്രകാശം കൊണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ബുദ്ധിയെ പ്രകാശിപ്പിക്കണം, അല്ലെങ്കിൽ തിരിച്ച്. എന്തായാലും നമ്മൾ ഫുൾ കോൺസെൻട്രേഷനോടുകൂടി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമേ അതിനെന്തെങ്കിലും പിടികിട്ടും. കാരണം മനസ്സിലെപ്പോഴും ചിന്തകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിന്തകൾ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിലിരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിൽ വേറെ ചിന്തയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആ ഭാഗം പഠിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അത് ആർക്കോ വേണ്ടി പഠിക്കുകയാണ്. ചില കുട്ടികൾ അല്ലെങ്കിലും അതേല്ലേ, അച്ഛനും അമ്മയും അടി കിട്ടും, വീട്ടിൽ ചെന്നാൽ ഇത്ര മാർക്ക് കുറഞ്ഞാൽ അടി കിട്ടും, അതുകൊണ്ട് പഠിക്കുകയാണ്. ഞാനിവിടെ വരുന്ന ഓരോരുത്തരോടും പറയുന്നത് അതാണ്. നിങ്ങൾക്ക് വേണ്ടി പഠിക്കൂ. ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പഠിക്കൂ. അച്ഛൻ തല്ലും അമ്മ തല്ലും മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്നുള്ളതുകൊണ്ട് പഠിക്കാൻ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഒന്നും മനസ്സിലാവാനും പോകുന്നില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ കുറേ നേരമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ചോദിക്കും വല്ലതും മനസ്സിലായോന്ന്. ചിലർ പറയും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? അതാണ് അവരുടെ മനസ്സെവിടെയാണ്. മനസ്സെവിടെയല്ലേ? ആർക്കോ വേണ്ടി ചെയ്യാൻ. ടീച്ചർ പ്ലസ് ചെയ്യണോ, ടീച്ചർ മൈനസ് ചെയ്യണോ? ഞാൻ പറഞ്ഞു പ്ലസ്സും മൈനസും ചെയ്യണമെന്ന് എന്നോട് ചോദിച്ച് ഞാൻ ഉത്തരം തരുമല്ല. നിങ്ങളത് കണ്ടുപിടിക്കണം. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ പ്ലസ് ആണോ മൈനസ് ആണോ? ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? ഡിവിഷനാണോ മൾട്ടിപ്ലിക്കേഷനാണോ? അത് നിങ്ങൾ കണ്ടുപിടിക്കും. അതിനവർക്ക് മടിയാണ്. അതേസമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് എളുപ്പം ചെയ്യാമല്ലോ. അതാണ് കാര്യം. അപ്പോൾ മനസ്സിൽ കൂടെ ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതൊക്കെയാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. ഇതിൽ മനസ്സും ബുദ്ധിയാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത്. അഹങ്കാരം എന്താണ്? ഞാൻ എന്ന ചിന്തയാണ്. ഞാൻ ഇന്ന ആളാണ്, എനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, അതാണ് അഹങ്കാരം. ചിത്തം എന്ന് പറയണത് നമ്മളുടെ മനസ്സിൽ ഓൾറെഡി ഒരു കാര്യം കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പല പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിച്ച കാര്യം ചെയ്യാനായിട്ട് സാധിക്കും.
ഏറ്റവും നല്ല എക്സാമ്പിൾ അടുക്കളയിൽ രാവിലെ ജോലി ചെയ്യുന്ന അമ്മമാർ തന്നെയാണ് ഞങ്ങളെ മാരത്തെ ആൾക്കാർ. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 5 അടുപ്പത്ത് ഓരോ സാധനങ്ങൾ വെക്കുകയാണ് ചെയ്യുക. ഒന്നിൽ ചോറുണ്ടാവും, ഒന്നിൽ കറി ഉണ്ടാവും, ഒന്നിൽ ഉപ്പേരി ഉണ്ടാവും, ചുക്കുവെള്ളം ഉണ്ടാവും. അങ്ങനെ ഈ 5 അടുപ്പും ഒപ്പം കൺട്രോൾ ചെയ്യണം. ഉപ്പ് കൊണ്ടുപോയിട്ട് ചായയിലിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉപ്പിൻ്റെ കുപ്പി എടുക്കുമ്പോഴേക്കും മനസ്സിലാവും ഇതിലാണ് ഇടേണ്ടത്. നമ്മൾ പക്ഷേ ഒപ്പം ചിലപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നെ അയക്കുന്ന പ്രഭാഷണം ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത്, മിക്കവാറും അപ്പോഴാണ് കേൾക്കുന്നത്. കാരണം നിങ്ങൾക്ക് അയച്ചതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുകയും ചെയ്യാം, അപ്പം തന്നെ സോറി പറഞ്ഞ് തിരുത്തുകയും ചെയ്യാമല്ലോ. മുന്നേ കൂട്ടി കേൾക്കാറില്ല സത്യത്തിൽ. അങ്ങനെ അപ്പോൾ അത് കേൾക്കുന്നുണ്ടാവും, പാട്ടാണെങ്കിൽ അത് കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുന്നുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ രാമായണം വെച്ചിട്ട് അപ്പോഴാണ് ആദ്യം കേൾക്കുന്നത്, പിന്നീട് സമയമുള്ളപ്പോഴാണ് വായിക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ അടുപ്പ് മോട്ടർ അടിക്കുന്നുണ്ടാവും, അപ്പുറത്ത് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യും. എല്ലാ അമ്മമാരുടെയും സ്ഥിതി ഇങ്ങനെ തന്നെ, എല്ലാ വീട്ടമ്മമാരുടെയും സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ഏകദേശമൊക്കെ അറിയാം. ജോലിക്കും കൂടെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇപ്പം നമ്മളൊക്കെ പിന്നെ റിട്ടയർ ചെയ്തിരിക്കുന്നതിനെ കൊണ്ട് അത്ര തിരക്കില്ലെങ്കിലും തിരക്ക് തന്നെയാണ്. നമ്മളുടേതായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിളിനനുസരിച്ച് നീങ്ങണമെങ്കിൽ തിരക്ക് തന്നെയാണ്. അപ്പോൾ മനസ്സിങ്ങനെ പലതരത്തിലും നമ്മളറിയാതെ തന്നെ വേണ്ട വിധത്തിൽ ചെയ്തോളും. അതാണ് ചിത്തം. അവിടെ ചിത്തമാണ് പ്രവർത്തിക്കുന്നത്. കാരണം എനിക്കറിയാം ഇന്നത് ചെയ്യണം, ഇന്ന റൂമിൽ പോയാൽ ഇന്നത്, ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്, വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യാനാണ്, ഓക്കെ അത് ചെയ്തു, അത് കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ തലയിൽ ടൈം ടേബിൾ പോലെ ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ചെയ്തോളും. അഹങ്കാരം പറഞ്ഞു, ചിത്തം പറഞ്ഞു. ഇനി മനസ്സ് അനുഭവങ്ങൾ വന്നു ചേരുന്ന സ്ഥലമാണ് അല്ലേ. ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന അനുഭവങ്ങളെ ഇട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് മനസ്സ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രത കിട്ടും. അങ്ങനെ ഏകാഗ്രത കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ആർത്തിയായിരിക്കും അത് തീർക്കാൻ. അതായത് ആ കർമ്മം അല്ലെങ്കിൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഇൻട്രസ്റ്റ്, നല്ല രസമുണ്ട്. അതുകൊണ്ട് അത് തീരുന്നവരെ ശ്രദ്ധിക്കും. ഇപ്പം ഞാനൊക്കെ രാവിലെ തൊട്ട് ഉച്ചവരെയും ഇതിന് വേണ്ടിയിട്ട് സമയം കളയല്ല, സമയം ഉപയോഗിക്കുകയാണ്. കളയുകയെന്ന് പറയാൻ പാടില്ല, സോറി, സമയം ഉപയോഗിക്കുകയാണ്. കാരണം എനിക്ക് വേറെ ഒന്നും തൽക്കാലം ഇപ്പം എൻ്റെ ലക്ഷ്യം എന്ന് പറയണത് ഇത് തീർക്കുക എന്നുള്ളതാണ്. തീർക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല വൃത്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക. ഞാൻ ഏറ്റെടുത്ത ജോലിയാണ്. അപ്പോൾ അതിലാണ് എൻ്റെ ശ്രദ്ധ മുഴുവനും. അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെ തന്നെ ഏകദേശം എൻ്റെ ഒരു ട്യൂഷൻ ടൈം വരെ ഞാൻ ഇതിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എനിക്കിതിൽ ഏകാഗ്രത വരും. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കണക്ക് പഠിക്കാൻ നമ്മളെ നിർബന്ധിച്ച് ഒരാൾ കൊണ്ടേയിരുത്തുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് പാട്ട് തീരെ ഇഷ്ടമില്ല, പക്ഷേ അച്ഛനും അമ്മയ്ക്കും അവനെ പാട്ടുകാരനാക്കണം, കൊണ്ടുപോയി ചേർത്തു. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവനെന്തായാലും അവിടെ ശോഭിക്കാൻ പോകുന്നില്ല. ചില അമ്മമാരുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അച്ഛൻ നല്ലോണം കൊട്ടുന്ന ആളാണ് അല്ലെങ്കിൽ പാടുന്ന ആളാണ്, അതുകൊണ്ട് കുട്ടിക്കും ആ കഴിവ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവർക്കവിടെ ശ്രദ്ധ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു കർമ്മം വളരെ ഏകാഗ്രതയോടെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമ്മളതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം വരും. ആ സന്തോഷം വരുമ്പോൾ നമ്മൾ എവിടെയാണ്, നമ്മൾ ബുദ്ധിതലത്തിൽ എത്തും. അപ്പം നമുക്ക് കുറച്ച് സ്വസ്ഥത കിട്ടും. ഈ ബുദ്ധിയുടെ തലത്തിലെത്തി നമ്മൾക്ക് ഇങ്ങനെ നമ്മളുടെ സ്വന്തം ചെയ്യേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പരമാനന്ദം ഉണ്ടല്ലോ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഉയർന്നാൽ മതി ആത്മീയ തലത്തിലേക്ക് എത്താൻ. ഇതൊക്കെ മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ ആനന്ദരസം അനുഭവിക്കാൻ വരുന്നത്. ഇനി ചിലപ്പോഴാണെങ്കിലോ നമ്മുടെ മനസ്സ് ഭയങ്കര അസ്വസ്ഥയായിരിക്കും. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യണം, ആർക്കോ വേണ്ടി ചെയ്യാണ്, യാതൊരു കാരണവശാലും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അത് നിർബന്ധപൂർവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരികയാണ്. നമുക്ക് ചെയ്യിക്കുകയല്ല, ചെയ്യേണ്ടി വരികയാണ്. ചിലപ്പോൾ ചില ആൾക്കാർ ഓഫീസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മലമറിച്ച് വരുന്ന പോലെ വന്നിട്ട് ഒരു ഇരിപ്പാണ് ടി വിയിൽ. എന്നിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നമ്മുടെ ചെയറിലിരിക്കുന്നു, സോഫയിലിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ റിമോട്ട് എടുത്ത് ഒരു ചാനൽ മുതൽ അവസാനത്തെ ചാനൽ ഏതാണോ അതുവരെ ഇങ്ങനെ മാറ്റി കളിക്കും. കാരണം അവർക്ക് ആ ജോലി മുഴുവൻ ചെയ്തതിൻ്റെ ക്ഷീണം തീർക്കുകയാണ് അവർ. ആ ക്ഷീണം തീർക്കുന്ന അവർക്ക് അപ്പോഴും മനസ്സ് സ്വസ്ഥതയില്ല. എന്താ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്, പാട്ട് കാണണോ, ശരി പാട്ട്, 2 പാട്ട് കേൾക്കുമ്പോഴേക്കും
അല്ല എന്നാൽ ന്യൂസ് കേട്ടുകളയാം. അപ്പോൾ എന്താ ന്യൂസ് കുറച്ച് വെക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ബോറടിയാണ്. അടുത്ത ചാനൽ മാറ്റുന്നു, വീണ്ടും അടുത്ത ചാനലിലേക്ക് നീങ്ങുന്നു. അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. എന്ത് ചെയ്താലാണ് സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ സ്വസ്ഥതയായിട്ട് കിട്ടില്ല. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ തലം മനസ്സിൻ്റെ തലമാണ്. 3 തലങ്ങളാണ്. അപ്പം മനസ്സിൻ്റെ തലം ഏറ്റവും താഴ്ന്ന തലമാണ്. ബുദ്ധിയുടെ തലം കുറച്ചും കൂടെ മുകളിലാണ്. അതിന് മുകളിലാണ് ആത്മാനന്ദം അനുഭവിക്കുന്ന 3ാമത്തെ തലം. അതിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ മനസ്സിൻ്റെ തലത്തിലായിരിക്കും മിക്കവാറും. അതിൽ നിന്ന് ബുദ്ധി ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് എവിടെയാണ് നിൽക്കേണ്ടത്, യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ശത്രുക്കളെ തോൽപ്പിക്കാൻ എന്നാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ബുദ്ധിയിലാണ് നീ ഉറച്ച് നിൽക്കേണ്ടത്. ആ ബുദ്ധിയിൽ ഉറച്ചു നിന്ന് മനസ്സിനെ അതിലേക്ക് കൊണ്ടുവരണം, അതിലേക്ക് കൺട്രോൾ ചെയ്യണം. അങ്ങനെ വേണം നീ ശത്രുക്കളെ, ആരാണ് ശത്രുക്കളെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ശത്രുക്കളെ മുഴുവനും തോൽപ്പിക്കണം. അപ്പോൾ ഏത് തലത്തിലാണ് നമ്മളെന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് 42ാമത്തെ ശ്ലോകം. ഇനി 43ാമത്തെ ശ്ലോകമാണ്. 43ാമത്തെ ശ്ലോകം മുഴുവൻ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഈ ശ്ലോകം തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 43ാമത്തെ ശ്ലോകത്തോടെ ഈ അധ്യായം കഴിയും. അത് അടുത്ത ദിവസം പറയാം. അപ്പോൾ നമ്മൾ മനസ്സ് എന്നുള്ള തലത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന അനുഭവങ്ങളെ മനസ്സിൽ സൂക്ഷിച്ച് അതിനെ ബുദ്ധിക്ക് കൊടുത്ത് ബുദ്ധി അതിനെ ചകഞ്ഞ് കണ്ടുപിടിക്കും നമുക്ക് ഗുണം ഏതാ ദോഷം ഏതാന്ന്. അപ്പോൾ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് നീ ഈ വാസനകളെ മുഴുവനും കൺട്രോൾ ചെയ്യണം. കാരണം മനസ്സിനേക്കാൾ കുറച്ചും കൂടെ സൂക്ഷ്മമാണ് ഈ ബുദ്ധി എന്ന് പറയുന്നത്. കുറച്ചും കൂടെ വ്യാപരിക്കാനുള്ള ചാൻസും അല്ലെങ്കിൽ സ്പേസും കൂടെ കിട്ടുന്നുണ്ട് ബുദ്ധിക്ക്. ഇനി ബുദ്ധിയും കൂടെ കടന്നാൽ നമുക്ക് ആത്മാവ്. അപ്പോൾ നമ്മൾ ആത്മാവിലേക്കുള്ള ഒരു പടി ഇങ്ങനെ ചവിട്ടി കയറുകയാണ്. അപ്പോൾ ആത്മാവിനെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ആരാണ്? ബുദ്ധി. അതിൻ്റെയും താഴെ നിൽക്കുന്നതാണ് മനസ്സ്. അതിൻ്റെയും താഴെ നിൽക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ മനസ്സിന് കൊടുത്തു, ഒരു സ്റ്റെപ്പ് കയറി കേട്ടോ. മനസ്സ് ബുദ്ധിക്ക് കൊടുക്കുന്നു, അടുത്ത സ്റ്റെപ്പ് കയറി. 18ാം പടിയിൽ എത്താൻ പോകുന്നു. ആരാണ് 18ാം പടി? ആത്മീയതയാണ്. ഇനി അവിടേക്കും കൂടെ കയറാനുള്ളൂ. അപ്പോൾ അവിടേക്കും കൂടെ എത്തണമെങ്കിൽ നമ്മളിതിനെ മുഴുവനും കൺട്രോൾ ചെയ്തിട്ട് വേണം. അപ്പം നീ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഇനി താഴേക്ക് വീഴരുത് കേട്ടോ. താഴത്തെ സ്റ്റെപ്പിലേക്ക് വീണ്ടും പോകരുത്. അവിടെ തന്നെ നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യൂ, വാസനകളെ മുഴുവനും നശിപ്പിക്കൂ. ഇതാണ് ഞാൻ നിന്നെ ശത്രുസങ്കേതത്തിൽ എത്തിച്ചിട്ടുണ്ട്, എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നീ യുദ്ധം ചെയ്യേ വേണ്ടു. ആദ്യം ആരെയാണ് യുദ്ധം ചെയ്യുന്നത്? കൗരവന്മാരോടല്ല നീ യുദ്ധം ചെയ്യേണ്ടത്. ഈ യുദ്ധമാണ് ആദ്യം നടത്തേണ്ടത്. നിൻ്റെ മനസ്സിനെ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ നിൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നീ ആത്മജ്ഞാനം നേടൂ. അതാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് കൗരവന്മാരുടെ അടുത്തേക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഒരു പദ്യം കൂടിയുണ്ട്, അത് അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിദ്ധമുദ്ധാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.